2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും താരം. അതിനെക്കുറിച്ച് യാതൊരു സംശയവും വേണ്ട. കാരണം UDF അധികാരത്തിലെത്തിയാൽ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നത്, ആഭ്യന്തരം ഭരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും എന്ന് കൃത്യമായി ബാലൻ സഖാവ് നമുക്ക് മുന്നറിയിപ്പ് തന്നിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF അവരുടെ അജണ്ട നിശ്ചയിച്ചു കഴിഞ്ഞു. മിക്കവാറും വരാൻ സാധ്യതയുള്ള ഒരു മുദ്രാവാക്യം, അല്ലെങ്കിൽ അതേ അർത്ഥത്തിലായിരിക്കും വരുന്നത്, LDF വരട്ടെ, കേരളം വർഗീയ മുക്തമാകട്ടെ. ഇതായിരിക്കും. കേരളം LDF വന്നു, 10 കൊല്ലം ഭരിച്ചു, എല്ലാം ശരിയായി. ഇനിയും കേരളം വർഗീയ മുക്തമാകണം, ഒറ്റ മാർഗ്ഗമുള്ളൂ, വീണ്ടും LDF വരണം. കാരണം LDF വരേണ്ടതിൻ്റെ അനിവാര്യത എന്താണെന്ന് ചോദിച്ചാൽ, UDF വന്നുള്ള ഏറ്റവും വലിയ അപകടം ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും ആഭ്യന്തരം ഭരിക്കുന്നത് എന്ന് ബാലൻ സഖാവ് ഉറപ്പിച്ചങ്ങ് പറഞ്ഞു. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേ ഗോവിന്ദൻ മാസ്റ്റർക്ക് അത് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടാതിരുന്ന് ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു, അതിനോട് അത്ര അങ്ങോട്ട് യോജിപ്പില്ല എന്നുള്ള മട്ടിലാണ് ഗോവിന്ദൻ മാസ്റ്റർ ആദ്യം ഒരു പ്രസ്താവന ഇറക്കിയത്. ബേബി സഖാവിനോട് പറ്റിയ കാര്യമൊന്നുമില്ലെങ്കിലും ബേബി സഖാവ് മുക്കിയും മൂളിയൊക്കെ ഒരു ചെറിയ എതിരഭിപ്രായം പറഞ്ഞു. പക്ഷെ ക്യാപ്റ്റൻ വന്നു. ക്യാപ്റ്റൻ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിൽ ക്ലീൻ ചിറ്റ് AK ബാലന് കൊടുത്തു. അതോടുകൂടി AK ബാലനെ പിന്തുണയ്ക്കാൻ നേതാക്കന്മാരുടെ മത്സരമായി. അവസാനം ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നത്, ഈ കാര്യങ്ങളൊക്കെ പോളിസി തീരുമാനിക്കാനുള്ള അവകാശം ബാലൻ സഖാവിനല്ലല്ലോ, എനിക്കല്ലേ ഉള്ളത്, ഞാൻ എൻ്റെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എന്ന് പറഞ്ഞാൽ പിഴയില്ലെന്ന് പറയാനുള്ള അവകാശം ഗ്രഹനാഥനാണ് എന്നാണ് നമ്മുടെ ഗോവിന്ദൻ മാസ്റ്ററിൻ്റെ വാദം. ഗോവിന്ദൻ മാസ്റ്റർ ഇപ്പോൾ എന്ത് വേണമെങ്കിലും വാദിച്ചോട്ടെ. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, ബാലൻ സഖാവിൻ്റെ ഗ്രാഫ് ഉയരുകയാണ്. അതിൻ്റെ തുടക്കം ആരംഭിച്ചു കഴിഞ്ഞു. ബാലൻ സഖാവിൻ്റെ ഒരു പ്രസ്താവന കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. സത്യത്തിന് അത് വായിച്ച് എനിക്ക് രോമാഞ്ചം ഉണ്ടായി, പറയാതിരിക്കാൻ ഒരു നിവൃത്തിയില്ല. അതിലെ ടൈറ്റിൽ തന്നെ ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. ഖുർആൻ ഉയർത്തിക്കാണിച്ചാണ് ബാലൻ സഖാവ് പ്രതിരോധം തീർത്തത്. ജയിലിൽ അടയ്ക്കാനാണ് വിധിയെങ്കിൽ സ്വീകരിക്കും, അതാണ് ടൈറ്റിൽ. ജമാഅത്തെ ഇസ്ലാമിയുടെ വക്കീൽ നോട്ടീസിന് AK ബാലന് മറുപടിയാണ്. ജമാഅത്തെ ഇസ്ലാമിക്ക് 10 പൈസ നഷ്ടപരിഹാരം നൽകില്ലെന്നും അവരുടെ വക്കീൽ നോട്ടീസ് പ്രകാരം ജയിലിൽ പോകാനാണ് അന്തിമ വിധിയെങ്കിൽ സന്തോഷപൂർവ്വം സ്വീകരിക്കുമെന്നും മുൻ മന്ത്രിയും CPM നേതാവുമായ AK ബാലൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ AK ബാലന് വലിയൊരു പ്രസ്താവനയാണ് നടത്തിയിരിക്കുന്നത്. നിസ്സാരമായൊരു കാര്യമല്ല ഇത്. അപ്പോൾ അദ്ദേഹം ജയിലിൽ പോകാൻ തയ്യാറാണ്. പക്ഷേ ജയിലിൽ നിന്ന് അദ്ദേഹം തിരിച്ചു വരുന്നതിനെക്കുറിച്ച് കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ്റെ മലയാള പരിഭാഷ വായിച്ചു തീർത്തലാണ് അദ്ദേഹം തിരിച്ചു വരുന്നത്. അത് പരിഭാഷ ഉയർത്തി കാണിച്ചുകൊണ്ടാണ് പറഞ്ഞത്. ഇതുവരെ അദ്ദേഹം വായിച്ചില്ല. അദ്ദേഹം ഖുർആൻ പരിഭാഷ ഉയർത്തി കാണിച്ചു, അത് വായിച്ചിട്ടില്ല അദ്ദേഹം. പക്ഷേ ജയിലിൽ പോയാൽ അത് വായിക്കും. അപ്പോൾ ഖുർആൻ പരിഭാഷ വായിക്കണമെങ്കിൽ ഒരു കണ്ടീഷൻ ജയിലിൽ പോകണം എന്നുള്ളതാണ്. എന്തായാലും ശരി, അദ്ദേഹം ജയിലിൽ പോയാൽ ഖുർആൻ പരിഭാഷ വായിച്ചിട്ട് തിരിച്ചു വരും. പിന്നെ ഇവിടെ കാണുന്നത് നമ്മൾ ഈ കാണുന്ന കളിയൊന്നുമല്ല, ചിത്രമെല്ലാം മാറും. അതിനാണ് സാധ്യത. അപ്പോൾ ഇവിടെ നമ്മൾ ഇത്രയും ത്യാഗനിധിയായ, ഇത്രയും ധീരനായ ഒരു നേതാവിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലല്ല, ഏത് പാർട്ടിയിലായാലും കേരളത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടോ? എന്തിന് കേരളത്തിൽ, ഇന്ത്യ മഹാരാജ്യത്ത് നമ്മൾ കണ്ടിട്ടുണ്ടോ? അത്ര ധീരമായിട്ടല്ലേ ബാലൻ സഖാവ് അടർക്കളത്തിലേക്ക് എടുത്തു ചാടി ഇങ്ങനെ യുദ്ധം ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്നത്. സത്യം പറഞ്ഞാൽ ബാലൻ സഖാവിൻ്റെ ആ സ്റ്റേറ്റ്മെൻ്റ്, ആ പ്രസ്താവന വായിച്ചപ്പോൾ എനിക്ക് അറിയാതെ ഓർമ്മ വന്നത് ഒരു സിനിമയിലെ പാട്ടാണ്. അത് മറ്റൊന്നുമല്ല, വ്യത്യസ്തനാമൊരു സഖാവാം ബാലനെ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല. ഇത് പാടാൻ അറിയാത്തൊരുത്തനാണ്, അരോചകമാണ് പാട്ടെങ്കിലും അറിയാതെ പാടിപ്പോയ പാട്ടാണിത്. അത്ര ധീരമാണ് സഖാവിൻ്റെ ഒരു നിപ്പ്. അരയും തലയും മുറുക്കി അങ്കച്ചേകവരെ പോലെ ഇങ്ങനെ ബാലൻ സഖാവ് അടർക്കളത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇനിയും നമ്മൾ അറിയാൻ പോകുന്നത്, ഇനിയും കേരളം കാണാൻ പോകുന്നത് ബാലൻ സഖാവിൻ്റെ വലിയൊരു വളർച്ചയാണ്. അതിനെ തടയാൻ ആർക്കും കഴിയത്തില്ല. ബാലൻ സഖാവിൻ്റെ ഒരു വിജയഗാഥയ്ക്ക് തുടക്കം കുറിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ യുദ്ധം. ഉദാഹരണത്തിന് AKG എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. AKG എന്ന് പറഞ്ഞാൽ ആര് ചോദിച്ചത്, എന്താ AKG? AK ഗോപാലൻ, ഇന്ത്യയിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ്, രാഷ്ട്രീയത്തിന് അതീതമായി കേരളം മുഴുവൻ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആളാണ് AK ഗോപാലൻ.
എ കെ ഗോപാലൻ അറിയപ്പെടുന്നത് തന്നെ, എ കെ ജി അറിയപ്പെടുന്നത് തന്നെ പാവങ്ങളുടെ പടത്തലവൻ എന്നാണ് എ കെ ജി അറിയപ്പെടുന്നത്. ഇനിയും ഇവിടെ പുതിയൊരു നേതാവ് വരികയാണ്. അദ്ദേഹത്തിൻ്റെ പേര് എ കെ ബി. എ കെ ജി അല്ല, എ കെ ബി. എ കെ ബി എന്ന് പറഞ്ഞാൽ എ കെ ബാലൻ. അതായത് വർഗീയ വിരുദ്ധരുടെ പടനായകനാണ് എ കെ ബി. അപ്പം ഇനി എ കെ ബിയുടെ ഒരു വലിയ ഒരു ഉയർച്ച, വളർച്ച, ഇതൊക്കെ കേരളം കാണാൻ പോവുകയാണ്. എന്ന് പറഞ്ഞാൽ 2026 തിരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ എ കെ ബി വിജയം കഥകളിയുടെ ആദ്യ ദിവസമാണ്. 1-ാം ദിവസം, 2-ാം ദിവസം, ഇങ്ങനെ പല ദിവസങ്ങളായിട്ട് പോകും എ കെ ബി വിജയം കഥകളി. അത് ഒക്കെ റെഡിയായി കഴിഞ്ഞു. പക്ഷേ ഈ എ കെ ബി ഇത്രയൊക്കെ ഒരു പ്രസ്താവനകൾ നടത്തി കഴിഞ്ഞപ്പോഴേ ചിലർക്കൊക്കെ ചില ആശങ്കയുണ്ടാകും. ഇപ്പം ഐഷ പോറ്റി CPM വിട്ടു, ഒന്നും വിഷമിക്കേണ്ട കാര്യമില്ല. ഐഷ പോറ്റി പോകുന്നെങ്കിലേ പോകട്ടെ. ജോസ് കെ മാണി മുന്നണി വിടട്ടെ. വിട്ടാൽ എന്താ സംഭവിക്കുന്നത്? ഒന്നും സംഭവിക്കില്ല. ഇവിടെ യാതൊരു മാറ്റത്തിനും ഇടതുപക്ഷത്തിന് വിധേയമാകേണ്ടി വരില്ല. ഇടതുപക്ഷം 2026 അധികാരത്തിലെത്തും. അതിന് ഒരു മാറ്റവും സംഭവിക്കില്ല. എ കെ ബി നമ്മെ നയിക്കും. അതായിരിക്കും 2026 തെരഞ്ഞെടുപ്പിൽ കേരളം കാണാൻ പോകുന്നത്. എ കെ ബിയുടെ ഈ യുദ്ധപ്രഖ്യാപനത്തോടുകൂടി ജമാഅത്തെ ഇസ്ലാമി ഭയന്നു കഴിഞ്ഞു. സകല വർഗീയവാദികളും തകർന്നു കഴിഞ്ഞു. ഇനിയും കേരളം കാണാൻ പോകുന്നത് വർഗീയ മുക്തമായ ഒരു കേരളത്തെ ഇവിടെ പണിതുയർത്തിയിട്ട് മാത്രമേ എ കെ ബി അടർക്കളത്തിൽ നിന്ന് മാറുകയുള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഏക പ്രതീക്ഷ കേരളം വർഗീയ മുക്തമാകണമെങ്കിൽ എ കെ ബി നമ്മെ നയിക്കും. നമ്മെ നയിക്കാൻ എ കെ ബി തയ്യാറായി കഴിഞ്ഞു. കേരളം ഇനി കരുതിയിരുന്നാൽ മതി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.